നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കുഞ്ഞനന്തൻ എന്ന കൊടും ക്രിമിനൽ മരിച്ചപ്പോൾ വലിയ വിലാപയാത്ര നടത്തിയ പാർട്ടിയാണ് CPM. ഇന്നിപ്പോൾ TP കൊലക്കേസിൽ കുഞ്ഞനന്തൻ ഉൾപ്പെടെ ചിലരെ വെളുപ്പിക്കാൻ അപ്പീലുമായി പോയത് വൻ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ്. കുഞ്ഞനന്തൻ ഉൾപ്പെടെ കുറ്റക്കാരെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുമ്പോൾ CPMന് അത് മുഖത്തേറ്റ അടിയാണ്. പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ടവനായിരുന്നു കുഞ്ഞനന്തൻ. ശിക്ഷ അനുഭവിക്കുന്നതിനിടെ PK കുഞ്ഞനന്തൻ 2020 ജൂണിൽ മരിച്ചിരുന്നു. കുഞ്ഞനന്തനെ വാഴ്ത്തപ്പെട്ടവനാക്കാൻ അപ്പീലുമായി പോയിട്ട് ഏറ്റില്ല. കുഞ്ഞനന്തന് പാർട്ടി കൊടുത്ത വിലാപയാത്ര കണ്ട് കേരളം തന്നെ ഞെട്ടിയതാണ്. കോടിയേരിയും പിണറായിയും എല്ലാവരും അതിൽ പങ്കുചേർന്നിരുന്നു. ഒരു കൊലപാതകിയുടെ വിലാപയാത്രയ്ക്കാണ് CPMലെ മുതിർന്ന നേതാക്കളെല്ലാം പോയി ഒപ്പാരി വെച്ചത്. അതും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി കൂടിയാണ് പിണറായി. എന്നാൽ കുഞ്ഞനന്തന്റെ വിലാപയാത്രയിൽ പദവി മറന്ന് പാർട്ടി സെക്രട്ടറി കുപ്പായമിട്ടാണ് പിണറായി പോയത്. അതിൽ നിന്ന് തന്നെ സത്യം പുറത്തു വന്നതാണ്. TPയെ തീർക്കാൻ ഉത്തരവിട്ടത് ആരൊക്കെയെന്ന്. കുഞ്ഞനന്തനെതിരായ വിധി പങ്കുവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ശ്രീ വിജയനും ശ്രീമതി ശൈലജയും തൊട്ട് സകലമാന CPMകാരും വിശുദ്ധനാണ് എന്ന് പ്രഖ്യാപിച്ച കുഞ്ഞനന്തൻ കൊലപാതകി തന്നെയെന്ന് ഹൈക്കോടതി. ശ്രീ വിജയന്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ഇതായിരുന്നു ആ കുറിപ്പ്. രാഹുൽ ഇങ്ങനെ കുറിച്ചത് പിണറായിക്കിട്ട് താങ്ങിയത് തന്നെയാണ്. കാരണം പിണറായി വിജയന്റെ വിശ്വസ്തനായിരുന്നു കുഞ്ഞനന്തൻ. TP വധക്കേസിലെ മുഖ്യ സൂത്രധാരനും കുഞ്ഞനന്തനായിരുന്നു. ആരാണ് TP ചന്ദ്രശേഖരനെ തീർക്കാൻ ഉത്തരവിട്ടതെന്നും കുഞ്ഞനന്തൻ അത് ശിരസ വഹിച്ചത് ആർക്കു വേണ്ടിയാണെന്നതിനും ഇതിനും വലിയ തെളിവൊന്നും വേണ്ട. CPM വാഴ്ത്തപ്പെട്ടവനാക്കാൻ വെച്ച കുഞ്ഞനന്തൻ കൊലപാതകി തന്നെയെന്ന് ഹൈക്കോടതി വിധിക്കുമ്പോൾ ചങ്ക് പൊട്ടുന്നത് പിണറായിക്ക് തന്നെയാണ്. അതിന് ഒരു തെളിവ് കൂടി നിരത്താം. കുഞ്ഞനന്തൻ മരണപ്പെട്ടപ്പോൾ പിണറായി ഫേസ്ബുക്കിൽ കുറിച്ചത് മലയാളികൾക്ക് ഓർമ്മയുണ്ടാകും. എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. CPIM പാനൂർ ഏരിയ കമ്മിറ്റി അംഗം PK കുഞ്ഞനന്തന്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. പാർട്ടിയെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും പാർട്ടി പ്രവർത്തകരോടും സമൂഹത്തോടും കരുതൽ കാണിക്കുകയും ചെയ്ത സഖാവാണ് കുഞ്ഞനന്തൻ. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സമൂഹത്തിന്റെ അംഗീകാരം ഏറ്റുവാങ്ങിയ അദ്ദേഹം പാനൂർ മേഖലയിലെ എല്ലാ വിഭാഗം ജനങ്ങളാലും ആദരിക്കപ്പെട്ടു. സന്തപ്ത കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇതായിരുന്നു മുഖ്യൻ അന്ന് കുറിച്ചത്. അതിലെ ആ വരികൾ ശ്രദ്ധിക്കണം. പാർട്ടി പ്രവർത്തകരോടും സമൂഹത്തോടും കരുതൽ കാണിച്ച ആളാണ് കുഞ്ഞനന്തൻ. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സമൂഹത്തിന്റെ അംഗീകാരം ഏറ്റുവാങ്ങി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. 51 വെട്ടിലെ പങ്കാളിയാണ്. എന്നിട്ടും കുഞ്ഞനന്തനെ വലിയ മനുഷ്യ സ്നേഹിയായിട്ട് പൊക്കി അടിക്കണമെങ്കിൽ ഇതിലും വലിയ കോമഡി വേറെ ഉണ്ടാകില്ല. എന്തായാലും മുഖ്യമന്ത്രി പങ്കുവച്ച ഈ കുറിപ്പിൽ നിന്ന് വ്യക്തമാണ് പിണറായിയും കുഞ്ഞനന്തനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആത്മബന്ധത്തിന്റെ ആഴം എത്രയെന്ന്. ഈ വിധി കാലം കാത്തുവച്ചതാണ്. KK രമ എന്ന സ്ത്രീയുടെ നിശ്ചയദാർഢ്യത്തിന്റെ കൂടി വിജയമാണത്. അന്ന് കരഞ്ഞ് തളർന്ന് വീണുപോയ ഒരു KK രമയല്ല. ഇന്നിപ്പോൾ വിചാരണ കോടതി വിധി ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ അനുകൂല വിധി വരുമ്പോൾ KK രമ അധികാരസ്ഥാനത്താണ്. MLA കസേരയിൽ, അതും നിയമസഭയിൽ പിണറായി വിജയന്റെ നേരെ നിന്ന് ചീറ്റുന്ന പെൺപുലി. ഇതാണ് കർമ്മ. ചെയ്യുന്നത് എന്താണോ അതൊക്കെ ബൂമറാങ് പോലെ തിരിച്ചടിക്കും പിണറായി വിജയൻ. വീണയുടെ കാര്യത്തിൽ ഉൾപ്പെടെ തിരിച്ചടിയേറ്റു തുടങ്ങിയല്ലോ. ഇതൊക്കെ ചോദിച്ചു വാങ്ങുന്നതാണ്. ഏതായാലും കുഞ്ഞനന്തനെ വെളുപ്പിക്കാൻ നോക്കിയിട്ട് തേഞ്ഞൊട്ടിയതിന്റെ ക്ഷീണത്തിലാണ് CPM. P മോഹനനെ വെറുതെ വിട്ടത് CPMന് ഇതിനിടയിൽ കൂടി ഒരു ചെറിയ ആശ്വാസമാണ്. പക്ഷേ കുഞ്ഞനന്തനെ വെറുതെ വിടണമെന്ന ആവശ്യവും തള്ളിയത് കനത്ത തിരിച്ചടിയാണ്. തടവിൽ കഴിയവേ കുഞ്ഞനന്തൻ മരിച്ചിരുന്നു. എന്നാൽ പിഴ അടച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കുറ്റം റദ്ദാക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടത്. ഇതാണ് തള്ളിയിരിക്കുന്നത്. ഇതോടെ കുടുംബം പിഴ അടയ്ക്കേണ്ടി വരും. KK കൃഷ്ണൻ, ജ്യോതിബാബു എന്നിവരെ വെറുതെ വിട്ടത് വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതി റദ്ദാക്കി. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികളും P മോഹനൻ അടക്കം പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്ത് KK രമ MLAയും പ്രതികളുടെ ശിക്ഷ കൂട്ടണമെന്ന സർക്കാരും സമർപ്പിച്ച അപ്പീലിലാണ് ഹൈക്കോടതി പരിഗണിച്ചത്. കൊലപാതകത്തിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നാണ് KK രമ വാദിച്ചത്. പ്രതികൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ സ്വഭാവം കണക്കിലെടുത്ത് പരമാവധി ശിക്ഷ വിധിക്കണമെന്നാണ് സർക്കാരിന്റെ അപ്പീലായി കോടതിക്ക് മുന്നിലുള്ളത്. ഇത് സർക്കാരിന്റെ ഗിമ്മിക്ക് മാത്രമാണ്. മറിച്ചൊന്ന് പറയാൻ ഈ അവസരത്തിൽ സർക്കാരിനും കഴിയില്ലല്ലോ. RMP നേതാവ് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വിവിധ അപ്പീലുകളിൽ ഹൈക്കോടതിയുടേത് നിർണായകമാണ്.
കേസിൽ പരമാവധി ശിക്ഷ പ്രതികൾക്ക് കിട്ടാനും സാധ്യതയുണ്ട്. വിചാരണ കോടതി വിധി ശരിവെച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രതികളെ എല്ലാം കോടതിയിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. 26-ന് എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാകണം. ഇനി ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകരുതെന്ന സന്ദേശവുമായാണ് ഹൈക്കോടതി നടപടികൾ. അസാധാരണ നടപടികളാണ് ഹൈക്കോടതിയിൽ ഉണ്ടാകുന്നത്. 2 പ്രതികളെ കൂടി ശിക്ഷിച്ചിരിക്കുകയാണ്. ഇതിൽ കെ കൃഷ്ണൻ CPM നേതാവാണ്. ഇതോടെ രാഷ്ട്രീയ ഗൂഢാലോചനയും ഫലത്തിൽ ഹൈക്കോടതി അംഗീകരിക്കുന്നുവെന്ന് വേണം വിലയിരുത്താൻ. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനനെ ഹൈക്കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. ഇത് CPMന് ഒരു ആശ്വാസമാണ്. എന്നാൽ മോഹനനെതിരെ ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമ അപ്പീൽ നൽകാൻ സാധ്യതയുമുണ്ട്. ചന്ദ്രശേഖരനെതിരെ കൊലവിളി നടത്തിയ വ്യക്തിയാണ് KK കൃഷ്ണൻ. ജ്യോതി ബാബുവും ഗൂഢാലോചന കേസിലാണ് കുറ്റക്കാരനാകുന്നത്. പ്രതികൾക്ക് കൂടുതൽ ശിക്ഷ നൽകണമെന്ന വാദവും കോടതിക്ക് മുന്നിലുണ്ട്. ഇതിൽ ഇനിയും വാദം കേൾക്കൽ തുടരും. ഇതിനുവേണ്ടിയാണ് 26-ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നത്. CPM നേതാക്കളായ CH അശോകനും KK കൃഷ്ണനും ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് ആരോപണം ഉയർന്നിരുന്നു. ഇതിൽ അശോകൻ വിചാരണയ്ക്കിടെ മരിച്ചു. ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു അന്ന് കൃഷ്ണൻ. ജ്യോതിബാബുവും CPM ഓഫീസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇനി കോടതിയിൽ നടക്കുന്ന നടപടികൾ നിർണായകമാണ്. CPMുമായി പൊക്കിൾക്കൊടി ബന്ധമുള്ളവരാണ് കൃഷ്ണനും ജ്യോതിബാബുവും. കുറ്റപത്രത്തിന് അപ്പുറത്തേക്ക് പ്രതികൾ ഉണ്ടെന്നാണ് പ്രോസിക്യൂഷനും സംശയമുണ്ട്. എന്നാൽ 12 കൊല്ലമായിട്ടും അതിൽ അന്വേഷണം നടത്തിയിട്ടില്ല. വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ച് 2012 മെയ് 4-നാണ് TP ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. CPM വിട്ട് ഉഞ്ചിയത്ത് RMP എന്ന പാർട്ടി ഉണ്ടാക്കിയതിന്റെ പക തീർക്കാൻ CPMകാരായ പ്രതികൾ ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഇതിനൊപ്പം 2010 മുതൽ തന്നെ ചന്ദ്രശേഖരനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് പോലീസ് റിപ്പോർട്ടുകളിലൂടെ തന്നെ പ്രോസിക്യൂഷൻ തെളിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.